ഏറ്റവും ആശ്വാസകരമായ നിമിഷങ്ങളിലൂടെയാണ്, ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് സായി കടന്നു പോകുന്നത്. കാരണം നമ്മൾ ആശങ്കപ്പെട്ടിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമായിരുന്നു. കാരണം ചൂട് കൂടുമ്പോൾ ഈ പേടകത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ, ഈ മർദ്ദം മാറുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആശങ്കയുണ്ടായത്. പക്ഷെ ആ ആശങ്കകളൊക്കെ അകലുകയാണ്. ആശ്വാസത്തിന്റെ മിനിറ്റുകളാണ്. വളരെ സമാധാനത്തോടെ നമ്മൾ മുന്നോട്ട് പോകുന്നു ഈ ദൗത്യം എന്നത് തന്നെയാണ്. യാത്രക്കാരെല്ലാം 4 പേരും സുരക്ഷിതരായിരിക്കുന്നു. ഈ ഡിഓർബിറ്റ് ബേൺ പ്രക്രിയ പൂർത്തിയാക്കിയതോടുകൂടി സ്പ്ലാഷ് ഡൗണിന് വേണ്ടിയുള്ള ഇനി കാത്തിരിപ്പാണ്. 41 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ആശ്വാസത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. വെൽക്കം ഹോം ക്രൂ എന്ന് നാസ പറയുന്നു, ലോകമാകെ പറയുന്നു. വെൽക്കം ബാക്ക് സുനിത വില്യംസ്, വെൽക്കം ബാക്ക് ബുച്ച് വിൽമോർ എന്ന് പറയുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. അവർ സുരക്ഷിതരാണ്. ബുച്ച് വിൽമോർ നിർനിമേഷനായി നോക്കിയിരിക്കുകയാണ്. പേടകത്തിൽ തൊട്ടപ്പുറത്ത് നമുക്ക് മറ്റു യാത്രികരെയും കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും അറ്റത്താണ് സുനിത വില്യംസ് ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ സുരക്ഷിതരായിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ നിമിഷത്തിൽ ഏറ്റവും സന്തോഷം നിറയ്ക്കുന്ന വാർത്തയും. തീർച്ചയായും വിനീത, ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ യാതൊരു വിധത്തിലുമുള്ള ടെൻഷനോ ആശങ്കയോ ഒന്നും അവരുടെ മുഖത്തില്ല. എല്ലാം ശരിയായി. ഇപ്പോൾ റീഓർബിറ്റിംഗ് നടക്കുകയാണ്. 7.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട സമയമൊക്കെ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ വന്നിട്ടുള്ള കൗണ്ട് ഡൗൺ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. ക്രൂ വെൽക്കം ഹോം എന്നാണ് അവർ അതിന് നാസ ഇട്ടിരിക്കുന്ന തലക്കെട്ട്. 1 മണിക്കൂറും 25 മിനിറ്റിനകം ഇവരെ അവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക് എന്ന് പറയുന്നത് ഇവരുടെ ആശുപത്രിയിലേക്ക്, നാസയുടെ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ളൊരു സമയം അതുകൂടി കണക്ക് കൂട്ടിയിരിക്കുന്നു. സ്പ്ലാഷ് ഡൗൺ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യത്തിന് വെറും 40 മിനിറ്റിന്റെ ദൂരം മാത്രമാണ്. ഇപ്പോൾ നടക്കുന്ന റീഓർബിറ്റിംഗ് അത് വളരെ വിജയകരമായി അതിജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്നത് 5 കിലോമീറ്റർ അകലെ വെച്ച് ഇതിലുള്ള പാരച്യൂട്ടുകൾ ഉയരും. അതായിരിക്കും പിന്നീട് വേഗതകൾ നിയന്ത്രിക്കുക. വേഗത ായിരിക്കും ഭൂമിയെ തൊടുക. ഈ സംഘം 1.8 കിലോമീറ്റർ അകലെ വെച്ചാണ് 4 പാരച്യൂട്ടുകളും ഉയരുക. അത് നേരെ ഈ കടലിൽ പതിക്കും. ഉൾക്കടലിൽ, ഫ്ലോറിഡയിലെ ഉൾക്കടലിൽ പതിക്കുകയാണ് ചെയ്യുക. അവിടെ സജ്ജീകരിച്ചിട്ടുള്ള, അവിടെ തയ്യാറായിട്ടുള്ള ഷിപ്പ് ക്രൂ ആയിരിക്കും ഇവരെ രക്ഷപ്പെടുത്തി അവരുടെ ആശുപത്രിയിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യം അടക്കം നൽകാൻ പോകുന്നത്. അങ്ങനെ ഇനിയുള്ള ഘട്ടത്തിലാണ്. സ്പ്ലാഷ് ഡൗണിന് ഇനി 40 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം പേടകത്തിനകത്ത് നിന്നും.